യേശുവിനും മാതാവിനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറയുന്നു. എൻ്റെ പേര് മിനിമോൾ. ഇതെൻ്റെ ഹസ്ബൻഡ് രതികുമാർ. ഞാൻ വരുന്നത് ആലപ്പുഴ കുതിരപ്പന്തിയിൽ നിന്നാണ്. ഞാൻ 2022 ഏപ്രിൽ 30 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ ഹസ്ബൻഡിനെ മദ്യപാനം മാറുവാനും കാലിൻ്റെ മുറിവ് ഉണങ്ങാനുമാണ് ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത്. 2017 ഡിസംബർ 20 കാലിൻ്റെ തള്ളവിരൽ മുറിച്ചത്. ഷുഗർ കൂടി കാലിൻ്റെ തള്ളവിരൽ മുറിച്ചത്. ആ മുറിവ് ഇതുവരെയും ഉണങ്ങിയിട്ടില്ലായിരുന്നു. പണിക്ക് പോകുമ്പോഴും കാല് കെട്ടിവെച്ചുകൊണ്ടാണ് പണിക്ക് പോകുന്നത്. അത് മുറിവ് ഉണങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എന്നും രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കും. നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. മദ്യപാനം മാറുവാനും കാലിൻ്റെ മുറിവുണങ്ങാനും ഞാൻ എന്നും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ വർഷത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കാലിൻ്റെ മുറിവ് നല്ലതുപോലെ ഉണക്കി തന്നു. മാതാവിനും യേശുവിനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഉള്ള സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ 35 വർഷത്തോളമായ മദ്യപാനം പൂർണ്ണമായി ഈ വർഷത്തിലാണ് അമ്മ എടുത്തു മാറ്റിയത്. ഞാൻ എന്നും അമ്മയോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റി തന്നാൽ മാത്രം മതിയെന്നായിരുന്നു ഞാൻ അമ്മയോട് വെച്ച നിയോഗവും. അമ്മ ഭർത്താവിന് ഈ കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 2024 അമിതമായി മദ്യപിക്കുകയും വീട് അന്വേഷിക്കാതെ ഇരിക്കുകയും പുള്ളിക്കാരന് ഷുഗറുള്ളതാണ്. ആഹാരം പോലും കഴിക്കാതെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മകളും ഒരുപാട് മുട്ടുമേ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തരണേ, പൂർണ്ണമായും മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരനൊരു അസുഖം ഉണ്ടായി, പനി വന്ന് കാല് പഴുത്ത് വീണ്ടും ഹോസ്പിറ്റലിലായി. അങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ചേച്ചും പറഞ്ഞു പുള്ളിയുടെ നില ഗുരുതരമാണ്, കാര്യം കിഡ്നിക്കും ബാധിച്ചിട്ടുണ്ട്, ലിവറിനും കംപ്ലൈൻ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യും, അത്രമേ ഡോക്ടർ എന്നോട് പറഞ്ഞുള്ളൂ, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് ഇത് കേട്ടതും ഞാൻ വെളിയിലോട്ട് പോയി പൊട്ടിക്കരയുവാണ്. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ഒരാപത്തും വരും ഞങ്ങൾക്ക്, എൻ്റെ ഭർത്താവല്ലാതെ ഞങ്ങൾക്ക് ആരുമേ ഇല്ല, അതുകൊണ്ട് എൻ്റെ മാതാവ് അവനെ പൂർണ്ണമായി സുഖപ്പെടുത്തണം, ഞാൻ ഈ അൽത്താരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ നേർന്നു. അങ്ങനെ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങ് അഡ്മിറ്റാക്കി. അപ്പം മരുന്നുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡോക്ടർ എന്നെ വിളിച്ചേച്ചും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞങ്ങളെ അഡ്മിറ്റാക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു തൊട്ടടുത്ത് കിടന്ന ചേച്ചി എൻ്റെ ഈ കൃപാസന പത്രം തന്നേച്ചും പറഞ്ഞു, മോളെ നീ ഇത് വെച്ച് നീ പ്രാർത്ഥിക്കുക, നിൻ്റെ ഭർത്താവിന് സുഖപ്പെടും, നീ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേച്ചി എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ആ അസുഖത്തിന് പൂർണ്ണമായും വിടുതലയിൽ കൊടുത്ത് ഞങ്ങളെ കാത്തുരക്ഷിച്ചു ഇപ്പോഴും. പിന്നെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ വീണിട്ട് 1.5 വർഷത്തോളമായി. അപ്പോൾ എൻ്റെ കാലിന് നല്ല വേദനയുണ്ടായിരുന്നു. എനിക്ക് നടക്കുമ്പോൾ ഏന്തിയാണ് ഞാൻ നടക്കുന്നത്. ഒരുപാട് മരുന്നുകൾ കഴിച്ച്, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച്, ഹോമിയോ കഴിച്ച്, ആയുർവേദം കഴിച്ച്, ഇതെല്ലാം കഴിച്ചിട്ടും എനിക്ക് പരിപൂർണമായിട്ടും ഭേദപ്പെടുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ ഇച്ചിരി കുറവ് കിട്ടൂ. പിന്നെ എനിക്ക് കാല് കുത്തി നടക്കാൻ മേല. ആ ഒരവസ്ഥയിൽ ജോലിക്ക് പോകുമ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂർ നടന്നാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ജോലിക്ക് പോകുമ്പോൾ പിന്നെ വന്നു കഴിയുമ്പോഴും കാലിന് ഭയങ്കര വേദനയാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം തന്നെ ജോലി നിർത്തി, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 2 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന്, എന്നിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ജോലി തരണമെന്ന്. ഇപ്പം എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന ആ ജോലി 2 മാസത്തിന് മുൻപ് ആ ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെയാണ് ഞങ്ങൾ മുൻപോട്ട് പോയ 3-4 മാസം കൊണ്ട്. രോഗങ്ങൾ, പിന്നെ കടബാധ്യതകൾ, പിന്നെ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കങ്ങളുണ്ടായി. കുഞ്ഞ് പഠിക്കാൻ പോയി, അവൾക്ക് 8 ലക്ഷം രൂപ വേണം പഠന കാര്യത്തിന്. അതിനും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ മേലാത്തൊരവസ്ഥയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ച് എന്നും പ്രാർത്ഥിക്കും, എന്നും ജപമാല ചെല്ലും. ജപമാല ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് യൂട്യൂബ് വഴി നോക്കിയാണ് ജപമാല പഠിച്ചത്. കുഞ്ഞും പഠന സ്ഥലത്തിൽ നിന്ന് അവളും പ്രാർത്ഥിക്കും മാതാവിനോട്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
ഉടമ്പടി തൈലവും പുരട്ടി ഞങ്ങൾ ഉപ്പും തേനും തൈലവും എല്ലാം പുരട്ടുകയും അങ്ങനെ ഞാൻ ഇവിടെ ഈ മാസം 8-ാം തീയതി ഇവിടെ വന്ന് ആരാധന സമയം ഞാനതിന് രാവിലെയാണ് ഇപ്പോൾ ആരാധന വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ 6:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ 7:30 ആയപ്പം ഞാൻ വന്നു. ഇവിടെ വന്ന് ഞാൻ ആരാധന സമയത്ത് അച്ഛൻ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ എനിക്ക് നിൽക്കാനും മേല ഇരിക്കാനും മേലാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ സുഖപ്പെടുത്തണം, എൻ്റെ കാലിനെ സുഖപ്പെടുത്തണം. എൻ്റെ കാലിനെ സുഖപ്പെടുത്തി ഞാനിവിടെ സാക്ഷ്യം പറയുമ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർ നിന്നെ കൂടുതലായി വിശ്വസിച്ചുകൊണ്ട് ഈ സന്നിധാനത്തിൽ അവർ വരും, അവർ നിന്നെ കൂടുതലായി വിശ്വസിക്കും. അതുകൊണ്ട് നീ ഒരു അടയാളം ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്, ഇനി ഞാൻ വരുന്നത് ഞാൻ സാക്ഷ്യം പറയാനായിരിക്കും, നീ എന്നെ സുഖപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് ഈ മാസം 9-ാം തീയതി ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് പോയി 2 ദിവസം പോലും ആയില്ല. അതിക്ക് മുമ്പ് എനിക്ക് നല്ലതുപോലെ കാലിന് വേദനയ്ക്ക് നല്ല സുഖം കിട്ടി നടക്കുമ്പോഴും ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടാണ് നടന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വരണമേ, അതിനുള്ള സമയത്തെയും അതിനുള്ള ദിവസത്തെയും നീ ഒരുക്കി തരണമേന്നും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഞാൻ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് എൻ്റെ കൂടെ വരണം, നമുക്ക് സാക്ഷ്യം പറയണം. ഞാൻ ജൂൺ മാസം 6-ാം തീയതി ഇവിടെ സാക്ഷ്യം പറയാൻ ഞാനും എൻ്റെ മോളും കൂടെ ഇവിടെ വന്നപ്പോൾ ഞാൻ സാക്ഷ്യ പേപ്പറിൽ എഴുതി കൊടുത്ത് അവർ വായിച്ച് കഴിഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, അത് 2 സാക്ഷ്യം പറയിപ്പിക്കാം, മറ്റുള്ള സാക്ഷ്യം പറഞ്ഞതായിട്ട് ഒപ്പുവെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 സാക്ഷ്യത്തിൽ ഒന്ന് ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും ഒന്ന് എൻ്റെ അനിയത്തിയുടെ രോഗസൗഖ്യത്തിൻ്റെയാണ്. അപ്പോൾ അനിയത്തിയെ കൊണ്ടുവന്ന് കഴിഞ്ഞ് പറയുക, ഇല്ല ഭർത്താവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് മാതാവ് ഒരുക്കി തന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പത്രം വായിക്കും, 2 കെട്ട് 3 കെട്ട് പത്രമൊക്കെ വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കും. അതേപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ഗ്രൂപ്പിൽ കൊടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണിന് ഇതേപോലെ പത്രം കൊടുത്ത് തൈലമെല്ലാം കൊടുത്ത് ഞാൻ പറ്റി പ്രാർത്ഥിച്ച്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്ക് 6 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഇപ്പോൾ അവർക്കൊരു മാതാവ് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ച് അവർ ഈ അടുത്ത ആഴ്ചയിൽ ഇവിടെ വരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, സുഖമില്ലാത്ത ഒരു മകനും ഒരു അമ്മയ്ക്കും ഞാൻ എല്ലാ വ്യാഴാഴ്ചയും 2 നേരം കഴിക്കാനുള്ള ചോറ് കറികളുമായിട്ട് എല്ലാ വ്യാഴാഴ്ച അങ്ങനെ 8 മാസം കൊടുത്തു. 8 മാസം കൊടുത്തപ്പോൾ അവരുടെ അമ്മ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ സഹോദരിയുടെ ഭർത്താവ് എന്നോട് വന്ന് പറഞ്ഞു, ഇനി അവനായിട്ട് ചോറ് കൊടുക്കണ്ട, ഇനി ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചോറ് പൊതിയായിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. രോഗികളെ പോയി കാണും. എന്നോട് ആര് വന്ന് സങ്കടം പറഞ്ഞിരുന്നു അവർക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള സഹായങ്ങൾ ചെയ്യും. ഇന്ന് ഞാൻ അതേപോലെ തന്നെ സഹായം ചെയ്യും. അതേപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ പഠനകാര്യം, എൻ്റെ കുഞ്ഞ് മാതാവ് തന്ന കുഞ്ഞാണ്. അവളെ മാതാവിൻ്റെ നടയിലാണ് ഊട്ടിച്ചത്, മാതാവിൻ്റെ നടയിലാണ് അവളെ വിദ്യാരംഭം കുറിച്ചതും. അവൾ 10-ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചു അമ്മയുടെ അനുഗ്രഹത്താൽ. +2-ന് 88% മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഇവിടെങ്ങും അവൾക്ക് കോളേജ് കിട്ടിയില്ല. കർണാടകയിലാണ് കുഞ്ഞിന് കോളേജ് കിട്ടിയത്. അതുകൊണ്ട് അവിടെയാണ് ഇപ്പം പഠിക്കുന്നത്. അവളും വന്ന് സാക്ഷ്യം പറയും. ഏപ്രിലായിരുന്നു 18 വയസ്സ് തികഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ട് ഉടമ്പടി എടുത്ത് 18 വയസ്സിലേക്ക് ഉടമ്പടി എടുപ്പിക്കുകയുള്ളെന്ന് പറഞ്ഞു. 18 വയസ്സിൽ തന്നെ കുഞ്ഞിനെയും കൊണ്ട് ഉടമ്പടി എടുത്താണ് കുഞ്ഞിനെ പഠിക്കാൻ വിട്ടത്. അങ്ങനെ ഒത്തിരി അനുഗ്രഹം എൻ്റെ മാതാവ് എൻ്റെ യേശു എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉടമ്പടിയിലാണ്. അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ ഉടമ്പടി തന്നെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ യേശുവിനും എൻ്റെ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 40-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. മിനിമോൾ തളർന്നുപോയ ഒരുപാട് സാഹചര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന മിനിക്ക് വലിയ ദൈവാനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും കൃപയുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് മിനി തൻ്റെ ജീവിത പങ്കാളി രതികുമാറിനോടൊപ്പം എന്ന വലിയ ഒരു സാക്ഷ്യമാണ് നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി ഇന്ന് തനിക്ക് കിട്ടിയ വലിയ സാക്ഷ്യമേറ്റ് പറയാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് മിനിമോളും ജീവിത പങ്കാളി രതികുമാറും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അവർക്കുണ്ടായിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലൊരു വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്
ജീവിത പങ്കാളിയുടെ 35 വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനം. കുടുംബങ്ങൾ തകർന്നു പോകുന്ന ഒരു മഹാമാരിയാണ് മദ്യപാനം, മയക്കുമരുന്നെന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാ യുവതിയുവാക്കളും അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഇന്നൊരു ഉപാധി അല്ലെങ്കിൽ ഒരു സമാധാനം ലഭിക്കുന്നത് ഉടമ്പടി എന്ന പ്രാർത്ഥനയാണ്. ഉടമ്പടി എന്നാൽ ഉടൻ പരിഹാരമെന്ന് നാം എപ്പോഴും പറയുമെങ്കിലും മദ്യപാനം പോലെയുള്ള വലിയ വലിയ മാറാരോഗങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയെയും മക്കളെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം അത് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മിനിമോളുടെ കുടുംബത്തിൽ ലഭിച്ച വലിയ ഒരു വിടുതലാണ് ഇന്ന് മിനിമോളോട് ഏറ്റുപറഞ്ഞ മദ്യപാനത്തിൽ നിന്നുള്ള രതികുമാറിൻ്റെ വിടുതൽ. അതൊരിക്കലും ഇനി തിരിച്ചു വരാതിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മിനിമോളുടെ കാലിലുണ്ടായിരുന്ന മുറിവുണങ്ങാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ച് ആരാധനാ സമയത്ത് ഈശോയൊന്ന് ആരാധനയിൽ ദർശിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആ ദാഹത്തെക്കുറിച്ച് മിനിമോൾ പറയുകയുണ്ടായി. ഞാൻ കേട്ടറിഞ്ഞു. അങ്ങനെ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു വന്ന് ഇവിടെ നിന്ന് പോയ ഉടനെ തന്നെ മിനിമോളുടെ കാലിലെ മുറിവ് സൗഖ്യപ്പെട്ടു. മരുന്നോ ലേപനമോ അല്ല, വചനമാണ് മിനിമോളുടെ ആ മുറിവ് സൗഖ്യപ്പെടുത്തിയതെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവരുടെ ജോലി നഷ്ടപ്പെട്ട് അവർക്ക് ജോലി കിട്ടുന്നതുവരെയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് നമ്മോട് പറയുകയുണ്ടായി. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടിയിലേക്ക് ഇവർ കടന്നു വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. അവരുടെ ജീവിത പ്രതിസന്ധികളുടെ എല്ലാം ലഘൂകരിച്ചു കൊടുത്ത് അവരെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അമ്മ പറയുകയുണ്ടായി, ഞാൻ ജപമാല പഠിച്ചത് യൂട്യൂബിൽ നിന്ന് കേട്ട് പഠിച്ചാണ് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. ഞാൻ റാലിയിൽ പങ്കെടുത്തു, ഞാൻ നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിച്ചു. അങ്ങനെ ഇനി എൻ്റെ ജീവിത പ്ലാൻ, ഞാൻ 8 മാസത്തോളം ഞാൻ കാരുണ്യപ്രവൃത്തിയായി ചെയ്തത് ഒരു സഹോദരനെ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുത്തു എന്നാണ്. അതിൽ യാതൊരു മടുപ്പോ അല്ലെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അയ്യോ ഇത് എത്ര മാസം കൊടുക്കേണ്ടി വരും ചിലരെല്ലാം പരാതിപ്പെടുന്നതായി നമുക്ക് കേട്ടിട്ടുണ്ട്. ഈ മിനിമോളുടെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈശോ പറയുന്നതിന് ഉത്തരം നൽകുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്നുള്ളൊരു വലിയ ഉത്തരം നിങ്ങൾ സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബുക്ക് തുറക്കുമ്പോഴുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഈ മകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. മിനിമോളെ പോലെ നമുക്ക് ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ഈശോയെ എപ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മിനിമോൾക്കും രതികുമാരനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യോടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.